നമുക്കിന്ന് നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് വെജിറ്റബിൾ മസാല നമുക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി 250 ഗ്രാം ഉരുളക്കിഴങ്ങ്, 200 ഗ്രാം ക്യാരറ്റ്, 250 ഗ്രാം കോളിഫ്ലവർ, 150 ഗ്രാം ബീൻസ്, 150 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു തുടം വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, 8 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ 4 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാം. കൂടാതെ കുറച്ച് പുതിനയിലയും മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ തൈര് കൂടി എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ്. ഇനി നമുക്ക് അതിന് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവോള ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴച്ചെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 15-20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. കൂടാതെ മല്ലിച്ചപ്പും പുതിനയിലയും കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഉള്ളിയുടെ പകുതിയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. നമുക്കിനി അരി വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ, ഗ്രാമ്പൂ, പട്ടയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം. 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1.5 ലിറ്റർ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളയ്ക്കുന്നത് വരെ നല്ല തീയിൽ വെച്ച് കൊടുക്കാം. അത് കഴിയുമ്പോൾ തീ ചെറുതാക്കി കൊടുക്കണം. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അതിനായിട്ടെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനായിട്ട് മസാല നമ്മൾ ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം പുതിനയിലയും മല്ലിച്ചപ്പും ഉള്ളി വറുത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളറിനായിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഒരു ലെയർ ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായി അതിലേക്ക് കാഷ്യൂനട്ട്, മുന്തിരി, മല്ലിച്ചപ്പ്, പുതിനയില, ഉള്ളി വറുത്തെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം.